നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രളയ പുനർനിർമ്മാണം തടസ്സപ്പെട്ട ഗുണഭോക്താക്കളുടെ പരാതി പരിഹരിക്കുന്നതിനായി അദാലത്തുകൾ ആരംഭിച്ചു. വീടുകൾ പുനർനിർമ്മിക്കാൻ തടസ്സമായി നിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കാനാണ് അദാലത്തുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കോയമ്പത്തൂരിൽ കല്യാൺ ജ്വല്ലറിയുടെ 1 കോടിയുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെക്കുറിച്ച് സൂചന. സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ കോടാലി ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള സംഘമെന്നും സൂചന. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി പി റാഫി ജോസ് ചുമതലയേറ്റു. സേവന നികുതി ഈടാക്കാനുള്ള നീക്കത്തിനെതിരെ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. പുന്നയൂരിൽ മാലിന്യം കത്തിയ പുക ശ്വസിച്ച് 25 പേർക്ക് ദേഹാസ്വാസ്ഥ്യം. കുടുംബശ്രീ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയവർക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ ബസ്സിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഇരിങ്ങാലക്കുട ചേലൂരിൽ വാനിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. GST രജിസ്ട്രേഷൻ പരിധി 20 ലക്ഷത്തിൽ നിന്ന് 40 ലക്ഷമായി ഉയർത്തി. കേരളത്തിന് പ്രളയ സെസ് പിരിക്കാൻ GST കൌൺസിൽ അനുമതി നൽകി. അവകാശ തർക്കത്തെ തുടർന്ന് പ്രളയ പുനർനിർമ്മാണം തടസ്സപ്പെട്ട ഗുണഭോക്താക്കളുടെ പരാതി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി അദാലത്തുകൾക്ക് തുടക്കമായി. പ്രളയത്തിൽ പൂർണ്ണമായി വീടുകൾ തകർന്ന കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായത്തോടെ വീടുകൾ പുനർനിർമ്മിക്കാൻ തടസ്സമായി നിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് അദാലത്ത് നടത്തിയത്. സ്വന്തം സ്ഥലത്ത് വീടുകൾ പുനർനിർമ്മിക്കാൻ 4 ലക്ഷമാണ് സർക്കാർ ധനസഹായം അനുവദിക്കുക. എന്നാൽ ഈ വിധം പുനർനിർമ്മിക്കുന്ന വീടുകൾക്ക് അവകാശമുന്നയിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നതും നഷ്ടപരിഹാരം ഏറ്റുവാങ്ങുന്നത് സംബന്ധിച്ച തർക്കവുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. നിയമാനുസൃതമായ അവകാശം സർക്കാർ സഹായത്തോടെ നിർമ്മിക്കുന്ന വീടുകൾക്കുണ്ടാകും. എന്നാൽ വീട് നിർമ്മാണ ചുമതല ഒരാളെ ഏൽപ്പിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. തൃശൂർ, തലപ്പള്ളി താലൂക്കുകളിൽ നിന്നുള്ളവരുടെ അവകാശ തർക്കങ്ങളാണ് ടൗൺ ഹാളിൽ ചേർന്ന അദാലത്തിൽ പരിഗണിച്ചത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു അദാലത്ത്. തൃശൂർ താലൂക്കിൽ നിന്ന് 77 പേരും തലപ്പള്ളി താലൂക്കിൽ നിന്ന് 8 പേരും അദാലത്തിൽ പങ്കെടുത്തു. ജില്ലാ ജഡ്ജ് സോഫി തോമസ് അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. കളക്ടർ TV അനുപമ അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർമാരായ ജോർജ് ജോസഫ്, മുസ്തഫ കമാൽ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ K ഹുസൈൻ, KP ജോയ് എന്നിവർ പങ്കെടുത്തു. ചാവക്കാട്, കുന്നംകുളം താലൂക്കുകളുടെ അദാലത്ത് 15-ന് ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനിലും മുകുന്ദപുരം, കൊടുങ്ങല്ലൂർ താലൂക്കുകളുടെ അദാലത്ത് 18-ന് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും ചാലക്കുടി താലൂക്കിന്റെ അദാലത്ത് 19-ന് ചാലക്കുടി മുനിസിപ്പൽ ജൂബിലി ഹാളിലും നടക്കും. TCV ന്യൂസ്, തൃശൂർ. കോയമ്പത്തൂരിൽ കല്യാൺ ജ്വല്ലറിയുടെ 1 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത കേസിലെ പ്രതികളെക്കുറിച്ച് സൂചന. ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന കോടാലി ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊള്ളയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കോടാലി ശ്രീധരന്റെ ഉറ്റ അനുയായി മലപ്പുറം വള്ളാമ്പുറം സ്വദേശിക്കായി കോയമ്പത്തൂർ SP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേരളത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. കവർച്ചാ സംഘത്തിന്റെ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കോയമ്പത്തൂരിനും വാളയാറിനുമിടയിൽ വെച്ചാണ് കല്യാൺ ജ്വല്ലേഴ്സിന്റെ വാഹനം ആക്രമിച്ച് 1 കോടി വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തത്. ചാവടി പെട്രോൾ പമ്പിനടുത്തായി ജ്വല്ലറി ജീവനക്കാർ സഞ്ചരിച്ച കാറിൽ മറ്റൊരു വാഹനം ഇടിപ്പിച്ച ശേഷമാണ് സ്വർണവും കാറും തട്ടിയെടുത്തത്. വാളയാറിലെ ചെക്ക് പോസ്റ്റ് വഴി കടന്നുപോയ വാഹനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് കൊള്ളസംഘത്തെക്കുറിച്ച് സൂചന കിട്ടി. ഹവാല, കുഴൽപ്പണക്കടത്ത് സംഘങ്ങളെ ആക്രമിച്ച് പണം തട്ടിയെടുക്കുന്ന കോടാലി ശ്രീധരന്റെ സംഘമാണ് കൊള്ളയ്ക്ക് പിന്നിലെന്നാണ് സൂചന. ശ്രീധരന്റെ സംഘത്തിൽപ്പെട്ട മലപ്പുറം സ്വദേശി ഷംസുദ്ദീൻ എന്ന നാണിയെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂർ SP-യുടെ പ്രത്യേക സംഘം തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിവിധ ഇടങ്ങളിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കവർച്ചക്കാർ തട്ടിയെടുത്ത കാർ മധുക്കര സ്റ്റേഷൻ പരിധിയിലെ കറുപ്പൻകരയെന്ന സ്ഥലത്തുനിന്ന് കണ്ടെത്തിയിരുന്നു. കോടാലി ശ്രീധരൻ പ്രതിയായിട്ടുള്ള സമാന കേസുകളിൽ തട്ടിയെടുത്ത വാഹനങ്ങൾ ഇവിടെയായിരുന്നു ഉപേക്ഷിച്ചിരുന്നത്. TCV ന്യൂസ്, തൃശൂർ. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി റാഫി P ജോസിനെ തിരഞ്ഞെടുത്തു. ഇടതുപക്ഷം തുടങ്ങിവെച്ച പദ്ധതികൾ വേഗം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. ചിയാരം സൗത്ത് ഡിവിഷനിൽ നിന്ന് വിജയിച്ച റാഫി ജോസ് എന്ന കുട്ടി റാഫി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. UDF മുന്നണിയിലായിരുന്ന റാഫി ജോസ് 1 വർഷം മുമ്പാണ് CPM പക്ഷത്തെത്തിയത്. കഴിഞ്ഞ മേയർ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന് അനുകൂലമായി ഇദ്ദേഹം വോട്ട് ചെയ്തിരുന്നു. മുൻ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തിക്ക് തന്നെ അവസരം നൽകണമെന്ന ചർച്ചയുണ്ടായെങ്കിലും അത് മാറ്റിയാണ് കുട്ടി റാഫിക്ക് CPM അവസരമൊരുക്കിയത്. A പ്രസാദായിരുന്നു UDF സ്ഥാനാർത്ഥി. മൊത്തം 55 കൗൺസിലർമാരുള്ള കോർപ്പറേഷനിൽ 6 BJP കൗൺസിലർമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു.
ജില്ലാ കളക്ടർ TV അനുപമയായിരുന്നു വരണാധികാരി. റാഫി ജോസിന് 26 വോട്ടുകൾ ലഭിച്ചപ്പോൾ 22 വോട്ടുകൾ A പ്രസാദിനും ലഭിച്ചു. CPM-ന്റെ മുക്കാട്ടുകര ഡിവിഷൻ കൗൺസിലർ ET ജോണിയുടെ വോട്ട് അസാധുവായി. LDF-ന്റെ നയം നടപ്പിലാക്കുമെന്നും തുടങ്ങിവെച്ച പദ്ധതികൾ ഉടൻ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും ഡെപ്യൂട്ടി മേയർ വ്യക്തമാക്കി. LDF-ന്റെ നയങ്ങൾ തന്നെ ഏറ്റവും മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഭരണമുന്നണി ചെയ്തുകൊണ്ടിരിക്കുന്ന ജനക്ഷേമ പരിപാടികളും വികസന പ്രവർത്തനങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും ഊർജ്ജമായ നടപടികളായിരിക്കും എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുക. സന്തോഷമുണ്ട്. നമ്മൾ ഇങ്ങനെ നമ്മളെ വിശ്വസിച്ച് ഇത്രയും വലിയൊരു സ്ഥാനം CPM പോലൊരു മുന്നണി നമ്മളെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ആർക്കായാലും വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മേയറുടെ ചേംബർ പൊളിച്ചിട്ടതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ മേയറുടെ ഓഫീസ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയറുടെ ഓഫീസിലാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ മുൻ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തിയുടെ റൂമിലാണ് പുതിയ ഡെപ്യൂട്ടി മേയർക്ക് താൽക്കാലിക ഇരിപ്പിടമൊരുക്കിയിരിക്കുന്നത്. ഈശ്വരനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. മേയർ അജിത വിജയൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. K രാജൻ MLA അടക്കമുള്ള പ്രമുഖരും റാഫി ജോസിനെ അനുമോദിക്കാനെത്തിയിരുന്നു. മേയർ CPI പ്രതിനിധിയും ഡെപ്യൂട്ടി മേയർ സ്വതന്ത്രനുമായതിനാൽ CPM-ന് കോർപ്പറേഷനിലെ മുൻനിര സ്ഥാനങ്ങൾ ഇല്ലാതായി. TCV ന്യൂസ്, തൃശൂർ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം മേയർ പിരിച്ചുവിട്ടു. സേവന നികുതി ഈടാക്കുന്നത് സംബന്ധിച്ച അജണ്ട റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം. ഡെപ്യൂട്ടി മേയറായി റാഫി ജോസിനെ തെരഞ്ഞെടുത്ത ശേഷമുള്ള ആദ്യ കൗൺസിൽ യോഗം കോൺഗ്രസ് പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധത്തോടെയാണ് ആരംഭിച്ചത്. കൂർക്കഞ്ചേരി വിൽവട്ടം മേഖലയിലെ വഴിവിളക്കുകളുടെ തകരാർ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിലിറങ്ങിയായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. തുടർന്ന് ആദ്യ അജണ്ടയായി പരിഗണിച്ചത് കിഴക്കേക്കോട്ട ജംഗ്ഷൻ വികസനത്തിന് സ്ഥലം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട തുകയെ സംബന്ധിച്ചായിരുന്നു. മുൻ UDF ഭരണസമിതിയുടെ കാലത്ത് അന്നത്തെ കളക്ടർ തീരുമാനിച്ചംഗീകരിച്ച തുക സ്ഥല ഉടമകൾക്ക് നൽകണമെന്നതായിരുന്നു. എന്നാൽ അന്ന് നടന്ന തീരുമാനങ്ങൾ നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്നും അതുകൊണ്ട് ഈ തുക അന്നത്തെ കൗൺസിലർമാരിൽ നിന്നും ഈടാക്കണമെന്ന മേയറുടെ കുറിപ്പാണ് യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചത്. 2.5 മണിക്കൂറാണ് ഈ ഒരു അജണ്ട മാത്രം യോഗം ചർച്ച ചെയ്തത്. മുൻ കളക്ടറുടെ തീരുമാനം തിരുത്തിയ കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ ചീഫ് സെക്രട്ടറി തലത്തിൽ അന്വേഷണം നടത്തണമെന്ന് മുൻ മേയർ രാജൻ J. പല്ലൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം തള്ളിയ ഭരണപക്ഷം ഓഡിറ്റ് വരെ വിഷയം മാറ്റിവെക്കണമെന്ന് നിർദ്ദേശിച്ചു. മേയർ ഇത് അംഗീകരിച്ചതോടെയാണ് ചർച്ചയ്ക്ക് വിരാമമായത്. തുടർന്ന് 16 അജണ്ടകൾ വായിച്ചു പാസാക്കിയ യോഗം സേവന നികുതി വിഷയം വന്നതോടെ വീണ്ടും കലുഷിതമായി. ശുചിത്വ പരിപാലനം, ജലവിതരണം, തെരുവ് വിളക്ക്, ഡ്രെയിനേജ് എന്നീ സേവനങ്ങൾക്ക് കോർപ്പറേഷൻ പരിധിയിലെ ഓരോ കെട്ടിടങ്ങൾക്കും 10% സേവന നികുതി ഏർപ്പെടുത്തണമെന്ന ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. നടപടിക്രമങ്ങൾ യാതൊന്നും പൂർത്തീകരിക്കാത്ത വിഷയം അജണ്ടയിൽ നിന്ന് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിപക്ഷാംഗങ്ങൾ അജണ്ട വലിച്ചുകീറി മേയറുടെ ചേംബറിന് മുന്നിൽ ബഹളം വെച്ചു. പ്രതിഷേധം കനത്തതോടെ മേയർ യോഗം പിരിച്ചുവിടുകയായിരുന്നു. അതേസമയം 1 വർഷം മുൻപ് തീരുമാനിച്ച വിഷയത്തിൽ കമ്മിറ്റി അംഗങ്ങളായ കോൺഗ്രസ് കൗൺസിലർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നില്ലെന്ന് മുൻ ഡെപ്യൂട്ടി മേയർ ബീന മുരളി ചൂണ്ടിക്കാട്ടി. എന്നാൽ കൗൺസിൽ യോഗത്തിന്റെ പരിഗണനയിൽ വന്നപ്പോൾ മിനിറ്റ്സ് തിരുത്തി കോൺഗ്രസ് അംഗങ്ങളായ സുബി ബാബുവും ജോർജ് ചാണ്ടിയും വിയോജനക്കുറിപ്പ് ക്രമവിരുദ്ധമായി എഴുതി ചേർത്തു. ഇത് അന്വേഷിക്കണമെന്നും ബീന മുരളി ആവശ്യപ്പെട്ടു. TCV, തൃശൂർ. പുന്നയൂരിൽ മാലിന്യം കത്തിച്ച് പുക ശ്വസിച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 25ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബശ്രീ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയവർക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. പുന്നയൂർ പഞ്ചായത്ത് ഹാളിൽ കുടുംബശ്രീ മീറ്റിംഗ് നടക്കുന്നതിനിടയിലാണ് ഹാളിന് സമീപം കൂട്ടിയിട്ടിരുന്ന മാലിന്യത്തിന് തീ പിടിച്ചത്. പുക ശ്വസിച്ച ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും പിഞ്ചുകുഞ്ഞും ഉൾപ്പെടെയുള്ള 25 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബുഷറ കുന്നമ്പത്ത്, അംഗങ്ങളായ ആശാരവി, ഷഹർബാൻ, നാലകത്ത് ഷഹന, സജിത വലിയകത്ത്, മകൾ 8 മാസം പ്രായമുള്ള ദക്ഷത്ര, ജമീല, ബിന്ദു, ഫാത്തിമ, സജിത, സൗമ്യ പുല്ലാനി, നെസി, പ്രേമാവതി, പുഷ്പ, സഫിയ മുക്രിയകത്ത്, സംഗീത, ഷെറീന എന്നിവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിനു പുറകിൽ കൂട്ടിയിട്ടിരുന്ന ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെയുള്ള മാലിന്യത്തിനാണ് തീപിടിച്ചത്. പഞ്ചായത്ത് ഓഫീസിനു മുകളിലെ നിലയിലാണ് 100ഓളം അംഗങ്ങൾ ചേർന്നുള്ള കുടുംബശ്രീ യോഗം നടന്നിരുന്നത്. കറുത്ത പുക മുകളിലെ നിലയിലേക്ക് പ്രവേശിച്ചതോടെ ആർക്കും കണ്ണുകാണാത്ത അവസ്ഥയായി. ചിതറിയോടിയ പലരും കോണിപ്പടിയിൽ നിന്ന് വീണു. ചിലർ രക്ഷപ്പെടാനായി ജനൽച്ചില്ല് തകർത്ത് പുറത്തു ചാടി. പുക ശ്വസിച്ച് പലർക്കും ഛർദിയും തലകറക്കവും അനുഭവപ്പെട്ടു. ചിലർ വീണു പരിക്കേറ്റു. 8 മാസമായ കുഞ്ഞിനെ എടുത്ത് ഓടുന്നതിനിടയിലാണ് സജിതയ്ക്ക് പരിക്കേറ്റത്. നാട്ടുകാരെത്തിയാണ് തീയണച്ചത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും എടക്കഴിയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചു.
ആരുടെയും നില ഗുരുതരമല്ല. TCV ചാവക്കാട്. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. ഹായ് ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്ന് കണ്ണടയ്ക്ക്. തുറന്നോളൂ. എന്താ ഇതാണ് കോംബോ. കല്യാൺ സിൽക്സിന്റെ കോംബോ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോംബോ ഉത്സവം. നേടൂ 3 ഇരട്ടി ലാഭം ഓരോ ഷോപ്പിംഗിലും ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹായ്, അവിടുത്തെ വിശേഷം പറയൂ. കണ്ണടയ്ക്ക്. ഇതിലും വലിയ കോംബോ ഓഫർ കല്യാൺ സിൽക്സ്. വാർത്തകളിലേക്ക്. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ ബസ് തലയിലൂടെ കയറി വീട്ടമ്മ മരിച്ചു. കുരിയച്ചിറ സ്വദേശി ചിറ്റിലപ്പള്ളി വീട്ടിൽ ജോസ് ഭാര്യ 70 വയസ്സുള്ള മേരിയാണ് മരിച്ചത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ പെട്രോൾ പമ്പിന് മുൻവശത്തെ പാലക്കാട് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ കടന്നുപോകുന്ന ട്രാക്കിലായിരുന്നു സംഭവം. അപകടത്തിനിടയാക്കിയ ബസ് കണ്ടെത്താനായില്ല. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശക്തൻ സ്റ്റാൻഡിലെ കവാടത്തിലെ ബസ്സുകൾ കടന്നുപോകുന്ന ട്രാക്കിൽ വെച്ചുപിടിപ്പിച്ച മരങ്ങൾ വളർന്നതുമൂലം യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും പരസ്പരം കാണാനാകാത്ത സ്ഥിതിയാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. കൂടാതെ ഒരു ട്രാക്കിൽ ഇരുചക്രവാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നതും അപകടം വർദ്ധിപ്പിക്കുന്നു. ഇരിങ്ങാലക്കുട ചേലൂരിൽ സൈക്കിളിൽ വാനിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. ചേലൂർ സ്വദേശി മണപ്പറമ്പിൽ അയ്യപ്പൻ മകൻ 45 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. ചേലൂർ കള്ളുഷാപ്പിന് സമീപത്തായിരുന്നു അപകടം. GST രജിസ്ട്രേഷൻ പരിധി 20 ലക്ഷത്തിൽ നിന്ന് 40 ലക്ഷമായി ഉയർത്തി. 1.5 കോടി വിറ്റുവരവുള്ള വ്യാപാരികൾക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം നികുതി റിട്ടേൺ അടച്ചാൽ മതിയെന്നും തീരുമാനമായി. GST കൌൺസിലിന്റെ പുതിയ തീരുമാനം ഇടത്തരം ചെറുകിട വ്യാപാരികൾക്ക് ഏറെ ഗുണം ചെയ്യും. ഏപ്രിൽ 1 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. കേരളത്തിന് പ്രളയ സെസ് പിരിക്കാൻ GST കൌൺസിൽ അനുമതി നൽകി. 1% നിരക്കിൽ 2 വർഷത്തേക്ക് സെസ് പിരിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. കോലടി സ്വദേശി നിർമ്മിച്ച റബ്ബർ ലാത്തിക്ക് മാർക്ക് നൽകി കേരള പോലീസ്. അടികൊണ്ടാലും പാടുണ്ടാവില്ലെന്നതാണ് ലാത്തിയുടെ പ്രത്യേകത. അടി കിട്ടിയാലുള്ള വേദനയാണെങ്കിൽ കൂടുതലുമായിരിക്കും. ലാത്തി ചാർജിൽ ലാത്തി ഒടിയുന്നതും പിടിപൊട്ടിപ്പോകുന്നതും പതിവായപ്പോഴാണ് ചൂരലും മുളയും പ്ലാസ്റ്റിക്കും അല്ലാത്ത മറ്റൊരു ലാത്തിയെക്കുറിച്ച് പോലീസ് സേനയിലെ ഉന്നതർ ചിന്തിക്കുന്നത്. ഇതെത്തിപ്പെട്ടതാകട്ടെ റബ്ബർ ലാത്തിയിലേക്കാണ്. കോലഴി സ്വദേശി കൃഷ്ണവിലാസം വീട്ടിൽ ആനന്ദാണ് റബ്ബർ ലാത്തി പോലീസിനെ പരിചയപ്പെടുത്തുന്നത്. ലോക്നാഥ് ബെഹ്റ ADGP ആയിരുന്ന സമയത്തായിരുന്നു അത്. സ്വാഭാവിക റബ്ബറിൽ നിന്നാണ് ലാത്തി ഉണ്ടാക്കിയത്. ഒടിയില്ല എന്നത് ലാത്തിയുടെ പ്രത്യേകതയാണ്. അടികൊണ്ടയാളുടെ ദേഹത്ത് ചോര പൊടിയുകയോ പാടുവീഴുകയോ ഇല്ല. എന്നാൽ വേദന കൂടുതലായിരിക്കും. മറ്റു ലാത്തികളെ അപേക്ഷിച്ച് പിടിപൊട്ടിപ്പോകില്ല. കോട്ടൺ ഫാബ്രിക് റീഇൻഫോഴ്സ്ഡ് റബ്ബർ ബാറ്റൺ എന്നാണ് ലാത്തിയുടെ പേര്. 1000 ലാത്തിയാണ് പോലീസ് സേന ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ADGP ആയിരുന്ന ബെഹ്റ സാറിനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പിടി ഒരു പ്രത്യേക ഷേപ്പിലേക്ക് ആക്കി തരാൻ അദ്ദേഹം എന്നോട് ഉദ്ദേശിക്കുകയുണ്ടായി. അപ്പോൾ അത് ആ രീതിയിലാണ് പിടി ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നീളം 850 mm വേണമെന്നുള്ള ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ വെയിറ്റ് 500 ഗ്രാമിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ്. റബ്ബർ ടെക്നോളജി പാഠ്യവിഷയമായിരുന്ന ആനന്ദ് റബ്ബറിൽ വേറെയും ഉൽപ്പന്നങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. 2005-ൽ ISROയുടെ ഉപഗ്രഹം തിരിച്ചിറക്കിയ പദ്ധതിയിൽ ചൂടിനെ പ്രതിരോധിക്കുന്ന അബലേറ്റീവ് പ്ലേറ്റ് എന്ന കവചമുണ്ടാക്കിയത് ആനന്ദായിരുന്നു. പരുത്തിയിൽ നിന്ന് കോട്ടൺ വേർതിരിക്കുന്ന ജിന്നിംഗ് പ്രക്രിയയിൽ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ലെതർ ഡിസ്കിന് പകരം റബ്ബർ ഡിസ്ക് വികസിപ്പിച്ചതും ശ്രദ്ധേയമായിരുന്നു. പ്ലാസ്റ്റിക് ചെടിച്ചട്ടികൾക്ക് ബദലായി പരിസ്ഥിതി സൗഹൃദ റബ്ബർ ചെടിച്ചട്ടികളാണ് ആനന്ദിന്റെ റബ്ബറിലുള്ള പുതിയ കണ്ടുപിടുത്തം. TCV തൃശൂർ. വിൽപ്പനയ്ക്കായി കഞ്ചാവ് കൈവശം വെച്ച കേസിൽ 2 പ്രതികൾക്ക് തടവ് ശിക്ഷ. കടവല്ലൂർ കൊരട്ടിക്കര കല്ലുപുറത്ത് വിൽപ്പനയ്ക്കായി കഞ്ചാവ് കൈവശം വെച്ച കുറ്റത്തിന് ചാലിശ്ശേരി ആലുങ്കൽ വീട്ടിൽ ഹുസൈനെ 5 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴയടയ്ക്കാനും, പിഴയടയ്ക്കാത്ത പക്ഷം 6 മാസം കഠിന തടവ് അനുഭവിക്കാനും, ചാലിശ്ശേരി പരീക്കുന്നത്ത് വീട്ടിൽ മുഹമ്മദിനെ 6 മാസം കഠിന തടവിനും 5000 രൂപ പിഴയടയ്ക്കാനും, പിഴയടയ്ക്കാത്ത പക്ഷം 1 മാസം കഠിന തടവിനും ശിക്ഷിച്ചു. തൃശൂർ അഡീഷണൽ ജില്ലാ ജഡ്ജി നിസാർ അഹമ്മദാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ P. സുനിൽ, അഡ്വക്കേറ്റ് റൺസിൻ, അഡ്വക്കേറ്റ് അമീർ എന്നിവർ ഹാജരായി. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ മുളകുന്നത്താവ് മെഡിക്കൽ കോളേജിൽ റേഡിയേഷൻ സേഫ്റ്റി ഓഫീസറെ നിയമിച്ചു. കഴിഞ്ഞ നവംബർ 17-ാം തീയതിയാണ് നിലവിലുണ്ടായിരുന്ന സേഫ്റ്റി ഓഫീസർ രാജിവെച്ചത്. പുതിയ സേഫ്റ്റി ഓഫീസറെ നിയമിക്കാത്തതിനെ തുടർന്ന് 100 കണക്കിന് ക്യാൻസർ രോഗികളാണ് ദുരിതത്തിലായത്. സേഫ്റ്റി ഓഫീസർ ഇല്ലാത്തതുമൂലം ക്യാൻസർ രോഗം നിർണയിച്ചെത്തിയ പുതിയ രോഗികൾക്ക് മറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയായിരുന്നു. സേഫ്റ്റി ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് വികസന സമിതി അംഗം രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സമരം ആരംഭിച്ചിരുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് പുതിയ സേഫ്റ്റി ഓഫീസറെ നിയമിച്ചതായുള്ള ഉത്തരവ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ലഭിച്ചത്.
പുത്തൂർ പഞ്ചായത്തിലെ പഴവള്ളം ആദിവാസി കോളനിയിൽ കുടിവെള്ളം നിഷേധിക്കപ്പെട്ട് ദളിത് കുടുംബം. വീടിന് മുൻപിലുള്ള കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം ലഭിക്കാനായി 4 വർഷമായി കുടുംബം സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നു. പഴവള്ളം ആദിവാസി കോളനിയിലെ താമസക്കാരായ ദളിത് വിഭാഗത്തിൽപ്പെട്ട പള്ളത്തേരി ബിന്ദുവും കുടുംബവുമാണ് കുടിവെള്ളം നിഷേധിക്കപ്പെട്ട് കഴിയുന്നത്. 4 വർഷം മുൻപ് കോളനിയിൽ താമസമാക്കിയ കുടുംബം അന്നു മുതലേ കുടിവെള്ളത്തിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ഇവരുടെ വീടിനു മുൻപിലൂടെ പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് കണക്ഷൻ ലഭിക്കാൻ വേണ്ടി നിരവധി അപേക്ഷ നൽകിയെങ്കിലും അധികൃതർ അവഗണിക്കുകയായിരുന്നു. ആദിവാസികൾക്ക് വേണ്ടിയുള്ള കുടിവെള്ള പദ്ധതിയിൽ നിന്ന് മറ്റു വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് കണക്ഷൻ നൽകാൻ കഴിയില്ലെന്നാണ് പദ്ധതി ഗുണഭോക്തൃ സമിതിയുടെ നിലപാട്. എന്നാൽ 21 ആദിവാസികളും ഇതര വിഭാഗത്തിൽപ്പെട്ട 8 കുടുംബങ്ങളും താമസിക്കുന്ന കോളനിയിൽ ഈ പദ്ധതിയിൽ നിന്നാണ് കുടിവെള്ളം ലഭിക്കുന്നത്. കോളനിയിലെ ഒരു കുടുംബത്തിന് മാത്രം കുടിവെള്ളം നിഷേധിക്കുന്നതിന്റെ കാരണമറിയാതെ കഴിയുകയാണ് ഈ നിർധന കുടുംബം. നട്ടെല്ലിന് അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ബിന്ദുവും സ്ഥിരവരുമാനമില്ലാത്ത ഭർത്താവ് ഷിബുവും വിദ്യാർത്ഥികളായ 2 പെൺമക്കളും അടങ്ങിയതാണ് ഇവരുടെ കുടുംബം. ബിന്ദുവിനെ സഹായിക്കാനായെത്തിയ അമ്മയും ഇവരോടൊപ്പമാണ് താമസിക്കുന്നത്. 5 സെന്റ് സ്ഥലത്ത് ചായ്ച്ചു കെട്ടിയ ഷെഡിലാണ് ഇവർ താമസിക്കുന്നത്. ഒരു ഭാഗത്ത് പാതി ഉയരത്തിൽ കെട്ടിയ ചുമരിൽ ഷീറ്റ് മേഞ്ഞതാണ് ഇവരുടെ കൂര. അടച്ചുറപ്പുള്ള ഒരു വീട് പണിയാൻ ഗതിയില്ലാത്ത കുടുംബത്തിന് കുടിവെള്ളവും കിട്ടാതായതോടെ ജീവിതം ദുരിതമായി. 10 വയസ്സുള്ള മകളും ഷിബുവും കൂടിയാണ് ആവശ്യത്തിനുള്ള വെള്ളം സമീപത്തുനിന്ന് തലച്ചുമടായി കൊണ്ടുവരുന്നത്. കൺമുന്നിൽ കുടിവെള്ളമുണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാത്ത ഗതികേടിലാണിവർ. നട്ടലിനെ സംബന്ധിച്ച് അസുഖം ഉള്ളത് കൊണ്ടാണ് ഒരു 3 വർഷക്കാലത്തോളം ഞാൻ ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഈ വീണ്ടും 3 കൊല്ലത്തിന് ശേഷം വീണ്ടും ആദ്യ മരുന്ന് കഴിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 4 വർഷത്തിലേറെയായി അധികൃതരുടെ മുന്നിൽ കൈനീട്ടിയിട്ടും നിഷേധിക്കപ്പെട്ട കുടിവെള്ളം ഇനി എന്ന് ലഭിക്കുമെന്നറിയാതെ കഴിയുകയാണ് ഈ കുടുംബം. TCV പുതുക്കാട്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ദുരിതയാത്ര സംബന്ധിച്ച പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥലം പരിശോധിക്കും. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ പരാതിയിലാണ് കമ്മീഷൻ അംഗം P. മോഹൻദാസ് ഈ മാസം 28-ാം തീയതി റോഡ് പരിശോധിക്കാൻ എത്തുന്നത്. റോഡ് ഗതാഗതയോഗ്യമല്ലെന്നും മുളയം മുടിക്കോട് അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കാത്തതും പരാതിയിൽ ഉന്നയിച്ചിരുന്നു. പട്ടിക്കാട് മുതൽ കുതിരാൻ വരെയുള്ള ഭാഗത്ത് റോഡരികിൽ മണ്ണിടിയുന്നത് സംബന്ധിച്ചും കമ്മീഷൻ പരിശോധിക്കും. ശാസ്ത്രാഭിരുചിയുള്ള വിദ്യാർത്ഥികളുടെ പഠന പരീക്ഷണ കളരിയാകാൻ വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് 10 കോടി രൂപ ചെലവിലുള്ള പ്ലാനറ്റോറിയമാണ് പദ്ധതിയുടെ 2ാം ഘട്ടമായി നടപ്പിലാക്കുക. ജില്ലാ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് വിജ്ഞാൻ സാഗറിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ബാംഗ്ലൂരിലെ വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജി പാർക്കിന് സമാനമായൊരു ശാസ്ത്ര സാങ്കേതിക സമുച്ചയമാണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. APJ അബ്ദുൽ കലാമിന്റെ ശില്പമാണ് വിജ്ഞാൻ സാഗറിലെത്തുന്ന ശാസ്ത്ര കുതികകളെ സ്വാഗതം ചെയ്യുന്നത്. മറ്റ് ശാസ്ത്ര സാങ്കേതിക പാർക്കുകളെ പോലെ കാഴ്ചകൾ കണ്ട് മടങ്ങാനുള്ളതല്ല ഈ പാർക്ക്. പ്രതിദിനം ഒരു സ്കൂളിലെ 100 വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ പ്രവേശനം അനുവദിക്കുക. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഒരു ദിനം പൂർണ്ണമായും ഇവിടെ ചിലവഴിച്ച് ശാസ്ത്ര മാതൃകകൾ പരിചയപ്പെടുകയും പഠന പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യാനാകുന്ന പ്രവർത്തന രീതിയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വിശദീകരണം നൽകുവാനായി ശാസ്ത്ര അധ്യാപകരടക്കമുള്ള ടെക്നിക്കൽ ടീമും ഇവിടെയുണ്ട്. സയൻസ് ഫെയർ, സയൻസ് കോമ്പറ്റീഷൻ എന്നിവ നടത്തുവാനുള്ള സൗകര്യങ്ങൾക്കൊപ്പം കുട്ടികളുടെ ശാസ്ത്ര പരീക്ഷണങ്ങളും മാതൃകകളും പ്രദർശിപ്പിക്കാനുള്ള സൗകര്യം കൂടി ഇവിടെ വിഭാവനം ചെയ്തിട്ടുണ്ടെന്ന് ടെക്നിക്കൽ കമ്മിറ്റി അംഗവും സെന്റ് തോമസ് കോളേജിലെ ശാസ്ത്ര അധ്യാപകനുമായ CL ജോഷി വ്യക്തമാക്കുന്നു. അപ്പോൾ നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന തത്വങ്ങളുടെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആ തത്വങ്ങളുടെ പരീക്ഷണങ്ങളിലൂടെ ചെയ്യുമ്പോഴാണ് അവർക്കത് കൂടുതൽ ബോധ്യപ്പെടുന്നത്. ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ഈ 5 വിഭാഗങ്ങളിലായിട്ട് ആശയങ്ങൾ കൊടുക്കും. ഈ ആശയങ്ങളിൽ നിന്ന് ഒരാൾ ഏതിലാണോ കൂടുതൽ നൈപുണ്യമുള്ളത് അതിലൂടെ അവൻ എന്ത് ചെയ്യുന്നു അവൻ്റേതായ രീതിയിൽ വരും. ഇനി അടുത്തൊരു ഇത് വരുന്നത് നമ്മൾ വെക്കേഷൻ ക്ലാസ്സുകൾ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെയാണ് ഇവരെ കൊണ്ട് എന്ത് ചെയ്യുന്നത് സ്വന്തമായിട്ട് കുറേ പ്രവൃത്തികൾ ചെയ്ത് അവരുടെ ആശയങ്ങളിൽ നിന്ന് അവർ ഉരുത്തിരിയുന്ന പുതിയ പരീക്ഷണങ്ങൾ കൂടി നമ്മൾ എക്സിബിറ്റായിട്ട് വെക്കുന്നതിനുള്ള ആലോചനയുണ്ടാകും. ശൂന്യാകാശ ഗവേഷണ നേട്ടങ്ങൾ അണിനിരത്തിയ ISRO പവലിയൻ, സ്പേസ് ടാക്കീസ് എന്ന പേരിൽ മിനി തിയേറ്റർ, നക്ഷത്ര സമൂഹത്തെക്കുറിച്ചുള്ള സ്പേസ് എക്സ്പ്ലോറിയം, സയൻസ് ലാബ്, ഇലക്ട്രോണിക് ലാബ്, സ്മാർട്ട് ക്ലാസ് റൂം, 90ഓളം വ്യത്യസ്തമായ ശാസ്ത്ര കൗതുകങ്ങൾ, മാതൃകകൾ എന്നിവയെല്ലാമാണ് ഇവിടെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. മിറർവേസ്, മിറർ പാലസ്, കെലഡോസ്കോപ്പ്, ഇൻഫിനിറ്റി വെൽ എന്നിങ്ങനെയുള്ള ശാസ്ത്ര കൗതുകങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. 200 പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാളിന് പുറമെ 2 ഹൈടെക് കോൺഫറൻസ് ഹാളുകളും 3D തിയേറ്ററും ഉടൻ സജ്ജമാകും. സഞ്ചരിക്കുന്ന ശാസ്ത്ര പ്രദർശനം, മഹാത്മാഗാന്ധി അംബേദ്കർ മ്യൂസിയം,
10 കോടി ചിലവഴിച്ചുകൊണ്ട് ആസ്ട്രോണമി പഠനമടക്കമുള്ള പ്ലാനറ്റോറിയം എന്നിവയെല്ലാമാണ് ഭാവി പദ്ധതികളായി വിഭാവനം ചെയ്തിട്ടുള്ളത്. ശാസ്ത്ര കൗതുകങ്ങളുടെ വിസ്മയ ലോകമാണ് വിജ്ഞാൻ സാഗറിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ശാസ്ത്രാഭിരുചിയുള്ള വിദ്യാർത്ഥികളെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ടാണ് വിജ്ഞാൻ സാഗർ ഒരുക്കിയിട്ടുള്ളത്. ക്യാമറമാൻ ഷിബി പോട്ടൂരിനോടൊപ്പം ജിയോ സണ്ണി, ടീം TCV. പീച്ചി കണ്ണാറയിൽ ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടുപോകുകയായിരുന്ന 30 ലിറ്റർ ചാരായവും 200 ലിറ്റർ വാഷും തൃശൂർ എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് മാന്നാമംഗലം സ്വദേശി മാൻകുന്ന് വീട്ടിൽ ജസനെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ MF സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. വാഹന പരിശോധനയ്ക്കിടെയാണ് ഓട്ടോയിൽ നിന്ന് ചാരായം പിടികൂടിയത്. മാരാഖിലെ വാറ്റ് കേന്ദ്രത്തിൽ നടന്ന പരിശോധനയിൽ 200 ലിറ്റർ വാഷും പാചകവാതക സിലിണ്ടറും വാറ്റ് ഉപകരണങ്ങളും പിടികൂടി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ R ബാലസുബ്രഹ്മണ്യൻ, പ്രിവന്റീവ് ഓഫീസർമാരായ PG ശിവശങ്കരൻ, KR രതീഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ കൃഷ്ണപ്രസാദ്, സാജു തുടങ്ങിയവർ റെയ്ഡ് നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. മുപ്ലിയം ചട്ടിക്കുളം വനത്തിൽ നിന്ന് ചന്ദനം മുറിച്ചുകടത്താൻ ശ്രമിച്ച സംഘത്തിലെ ഒരാൾ പിടിയിലായി. മാരാങ്കോട് കുറിച്ചിലത്ത് ബാബുവിനെയാണ് വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ TS മാത്യു, ഡെപ്യൂട്ടി റേഞ്ചർ PS ശൈലൻ, ഫോറസ്റ്റർ ബാലൻ എന്നിവരടങ്ങിയ സംഘം പിടികൂടിയത്. മുറിച്ചെടുത്ത ചന്ദനമരവും ആയുധങ്ങളും പിടിച്ചെടുത്തു. പിടിയിലായ ബാബു ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണെന്ന് വനപാലകർ പറഞ്ഞു. ഇയാൾക്കൊപ്പം ചന്ദനം മുറിക്കാൻ സഹായികളായി ഉണ്ടായിരുന്ന വെള്ളിക്കുളങ്ങര സ്വദേശി റഹീം, മാള വലിയപറമ്പ് സ്വദേശി പ്രമോദ് എന്നിവർ ഒളിവിലാണ്. പതിനേഴുകാരിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് കേരള കലാമണ്ഡലം സംഗീതാധ്യാപകൻ അറസ്റ്റിലായി. തൃശൂർ ചിയാരം പാണപ്പറമ്പിൽ 54 വയസ്സുള്ള TK രാജീവ് കുമാറിനെയാണ് ചെറുതുരുത്തി SI VP സിബീഷ് അറസ്റ്റ് ചെയ്തത്. ചിയാരത്തെ തറവാട്ട് വീട്ടിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം. ഇതിനെ തുടർന്ന് അധ്യാപകനെ കലാമണ്ഡലം അധികൃതർ ഡിസ്മിസ് ചെയ്തിരുന്നു. ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തകളിലേക്ക്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് മാള മേഖലാ കമ്മിറ്റി മുൻ പ്രസിഡന്റും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ കൊടുങ്ങല്ലൂർ മേത്തല എടവഴിക്കൽ അബ്ദുൾ ഗഫൂർ നിര്യാതനായി. 45 വയസ്സായിരുന്നു. മേത്തല സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറും കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഖബറടക്കം ചേരമാൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. കഞ്ചാവ് വിൽപ്പനക്കാരനായ ഗുണ്ടയ്ക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക്. കഞ്ചാവ് വിൽപ്പന പ്രധാനിയായ ഗുണ്ടാ സംഘാംഗം പുത്തൂർ പൊന്നൂക്കര കറുകുറ്റിക്കാരൻ വീട്ടിൽ റിയോൺസൺ എന്ന കർണിക്കെതിരെയാണ് കാപ്പ നിയമപ്രകാരം 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. തൃശൂർ റേഞ്ച് IG MR അജിത് കുമാറാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ GH യതീഷ് ചന്ദ്രയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കാപ്പ ചുമത്തിയത്. കുരിയച്ചിറ കിരണിന്റെ വീട്ടിലേക്ക് വാളുകളും മഴുവുമായി ഗുണ്ടാ സംഘത്തോടൊപ്പം അതിക്രമിച്ചു കയറി ആക്രമിച്ചതിനും ആലുക്കങ്ങാടിയിൽ ബിജുവിനെ വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പ്രതിയാണ്. അന്താരാഷ്ട്ര റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മാറ്ററിയിക്കാൻ ഒരുങ്ങുകയാണ് തൃശൂരിൽ നിന്നുള്ള കശ്യപ് എന്ന 8ാം ക്ലാസ്സുകാരൻ. ദേശീയ ചാമ്പ്യൻഷിപ്പിലെ മിന്നും പ്രകടനമാണ് കശ്യപിന്റെ മുതൽക്കൂട്ട്. മനസാന്നിധ്യവും മെയ്വഴക്കവുമെല്ലാം ഏറെ വേണ്ടിവരുന്ന റോളർ സ്കേറ്റിംഗിൽ തൃശൂരിന്റെ അഭിമാനമാണിപ്പോൾ കശ്യപ്. നിരവധി ജില്ലാ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ വെന്നിക്കൊടി പാർച്ച ഈ കൗമാര പ്രതിഭ ഇക്കഴിഞ്ഞ ദേശീയ ചാമ്പ്യൻഷിപ്പിലും താരമായി. സ്പീഡ്, റോൾ ബോൾ, റിലേ എന്നീ 3 ഇനങ്ങളിൽ കേരളത്തിനായി മാറ്ററിയിച്ച കശ്യപ് യഥാക്രമം സ്വർണം, വെള്ളി, വെങ്കല മെഡലുകളും കരസ്ഥമാക്കി. അടുത്ത മാസം ശ്രീലങ്കയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിലേക്കുള്ള പ്രവേശനവും ഇതുവഴി കശ്യപിന് സാധ്യമായി. 5ാം ക്ലാസ് മുതൽ റോളർ സ്കേറ്റിംഗ് പരിശീലിക്കുന്ന കശ്യപ് തൃശൂരിൽ നിന്ന് ജില്ലാ ടീം ഇല്ലാത്തതിനാൽ എറണാകുളം ജില്ലയ്ക്കായാണ് ഷൂ അണിയുന്നത്. മികച്ച പരിശീലനത്തിലൂടെ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന കശ്യപിന് ലോകമറിയുന്ന റോളർ സ്കേറ്റിംഗ് താരമാകണമെന്നതാണ് ആഗ്രഹം. ചാമ്പ്യൻഷിപ്പിൽ റിലേ 1000 മീറ്റർ 500 മീറ്റർ റിലേക്ക് ഗോൾഡ് ഉണ്ട്. 1000 മീറ്ററിന് സെക്കൻഡ്, 500ന് തേർഡ് കിട്ടി. വർക്ക്ഷോപ്പ് ജീവനക്കാരനായ വല്ലച്ചിറ വടക്കേപ്പുരയ്ക്കൽ കൃതാർത്ഥൻ കിനിജ ദമ്പതികളുടെ മകനായ കശ്യപ് ഇതുവരെ നേടിയ മെഡലുകൾ തന്നെ ഈ പ്രതിഭയുടെ മാറ്ററിയിക്കുന്നതാണ്. എന്നാൽ സ്കേറ്റിംഗ് ഷൂവിനും ശ്രീലങ്കൻ യാത്രയ്ക്കുമെല്ലാമായി ഉണ്ടാകുന്ന ഭാരിച്ച സാമ്പത്തിക ചെലവ്
ഈ കുടുംബത്തിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അസോസിയേഷനുകളുടെ ഭാഗത്തുനിന്ന് ആവശ്യമായ സഹായം ലഭ്യമാകാത്തതിലും ഇവർക്ക് പരിഭവമുണ്ട്. ശ്രീലങ്കയിലേക്കാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിന് കിട്ടിയിട്ടുള്ളത്. ചിലവുള്ളതാണ്. ഷൂസിനും പിന്നെ പോണ്ടതിനൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അസോസിയേഷന്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് വലിയതൊന്നുമില്ല. ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ചിലവൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടിയാൽ നന്നായി. ചേർപ്പ് CNN സ്കൂളിലെ വിദ്യാർത്ഥിയായ കശ്യപിന്റെ പ്രകടനത്തെ പക്ഷേ ഇതൊന്നും ബാധിക്കുന്നില്ല. വരുന്ന രാജ്യാന്തര ചാമ്പ്യൻഷിപ്പിലെ മെഡൽ നേട്ടം മാത്രമാണ് ഈ കൗമാര പ്രതിഭയ്ക്ക് മുന്നിലുള്ള ഇപ്പോഴത്തെ ഏക ലക്ഷ്യം. അതിനായുള്ള കഠിന പ്രയത്നത്തിലാണ് കശ്യപ്. TCV തൃശൂർ. ഏനമാവ് കോൾപ്പാടം കേന്ദ്രീകരിച്ച് കീരികളെയും ആമകളെയും പിടികൂടി മാംസം വിൽപ്പന നടത്തുന്നതായി വനംവകുപ്പ് കണ്ടെത്തി. വനംവകുപ്പ് പരിശോധനയ്ക്ക് എത്തിയതായി സൂചന ലഭിച്ചതോടെ പാത്രങ്ങളും മറ്റും ഉപേക്ഷിച്ച് പ്രതികളെന്ന് സംശയിക്കുന്ന ഇതര സംസ്ഥാനക്കാരായ സ്ത്രീകളടക്കമുള്ള 8-അംഗ സംഘം രക്ഷപ്പെട്ടു. വനംവകുപ്പിന്റെ പരിശോധനയിൽ ജീവനുള്ള 6 ആമകളെയും 12-ലേറെ ആമത്തോടുകളും കണ്ടെത്തി. പരിസ്ഥിതി പ്രവർത്തകനായ അരിമ്പൂർ സ്വദേശി KJ സ്റ്റാൻലി ഏനമാവ് റെഗുലേറ്റർ പരിസരത്ത് എത്തിയപ്പോഴാണ് ആമകളെ കൊന്ന് മാംസം വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പൊങ്ങണങ്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ K സന്ദീപ്, KV ധനേഷ്, VM ഷാനവാസൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഏനമാവിലെത്തി ആമകളെയും മറ്റും കസ്റ്റഡിയിലെടുത്തത്. സ്വകാര്യ തോട്ടങ്ങളിൽ നിന്ന് വനത്തിലേക്ക് പടർന്ന വിഷപ്പയറിന്റെ വള്ളികൾ കനകമല താഴ്വാരത്തിൽ കാട് വിഴുങ്ങുന്നു. വനഭൂമിയിലെ നൂറുകണക്കിന് മരങ്ങളാണ് വള്ളികൾ പടർന്നു കയറി വളർച്ച മുരടിച്ച് നശിക്കുന്നത്. വനാതിർത്തിയിലെ തോട്ടത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് പയർവള്ളികൾ വനത്തിലേക്ക് പടർന്നത്. ഏക്കർ കണക്കിന് പ്രദേശത്തെ മരങ്ങളെയും കുറ്റിച്ചെടികളെയും ഈ വള്ളികൾ പൊതിഞ്ഞു നിൽക്കുകയാണ്. വലിയ മരങ്ങളെയും ഇപ്രകാരം വള്ളികൾ മൂടിയിട്ടുണ്ട്. പയർവള്ളികൾ മൂടി നിൽക്കുന്നതിനാൽ വൃക്ഷങ്ങൾക്ക് വേണ്ടത്ര സൂര്യപ്രകാശം ലഭിക്കാത്തതാണ് ഇവയുടെ വളർച്ച മുരടിക്കാൻ കാരണമാകുന്നത്. ഓരോ വർഷവും കൂടുതൽ പ്രദേശത്തേക്ക് ഈ വള്ളികൾ പടരുകയാണ്. താഴ്വരയിൽ പടരുന്ന വിഷവള്ളി കാടിനെ മുഴുവൻ വിഴുങ്ങിയാണ് വളരുന്നത്. ഇതിനാൽ വിഷവള്ളി കയറുന്ന വൻ വൃക്ഷങ്ങൾ പോലും ഉണങ്ങി നശിക്കാൻ ഇടവരുത്തുന്നുണ്ട്. വനാതിർത്തിയിലെ സ്വകാര്യ കൃഷിഭൂമിയിൽ പടർത്തിയ വള്ളികളാണ് അതിരുകൾ ഭേദിച്ച് വനമേഖലയാകെ വ്യാപിച്ചിട്ടുള്ളത്. റബ്ബർ തോട്ടത്തിലെ മറ്റു ചെടികളുടെ വളർച്ച തടയുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് വളർത്തിയ വള്ളികളാണ് വനത്തിലേക്ക് പടർന്ന് മരങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. തോട്ടങ്ങളിൽ നിന്ന് വിഷവള്ളികൾ പൂർണ്ണമായും നീക്കം ചെയ്തെങ്കിലും വനത്തിലേക്ക് വ്യാപിച്ച വള്ളി താഴ്വരയാകെ പടർന്നിരിക്കുകയാണ്. മറ്റ് ചെടികളെ വിഴുങ്ങി വളരെ പെട്ടെന്നാണ് വള്ളി വളരുന്നത്. വെട്ടിമാറ്റിയാലും വിഷവള്ളി നീക്കം ചെയ്യാൻ കഴിയുകയില്ല. വേരോടെ പിഴുതു കളഞ്ഞാലേ ഇവ നീക്കം ചെയ്യാനാകൂ. സ്വകാര്യ വ്യക്തികൾ കൃഷിയിടങ്ങളുടെ സംരക്ഷണാർത്ഥം വള്ളികൾ നീക്കം ചെയ്തെങ്കിലും വനമേഖലയിലേക്ക് പടർന്ന വിഷവള്ളി നശിപ്പിക്കാൻ നടപടി ഇനിയും ഉണ്ടായിട്ടില്ല. TCV കൊടകര. സംഗീതവും കലാവാസനകളും ഋഷിക എന്ന പെൺകുട്ടിക്ക് മൃതസഞ്ജീവനിയാണ്. വേദനകളെ മറക്കാനും മറയ്ക്കാനുമുള്ള സാന്ത്വന ഗീതങ്ങളാണ് പെരിങ്ങോട്ടുകര മച്ചിങ്ങൽ വീട്ടിൽ അലയടിക്കുന്നത്. സ്വതസിദ്ധമായ ഗാനാലാപനത്തിൽ ആത്മസംതൃപ്തി കണ്ടെത്തി വേദനകളെ മറച്ചുവെച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖവുമായി ഋഷിക പാടുകയാണ്. ആരെയും ആകർഷിക്കുന്ന സ്വരമാധുരിയാണ് ഋഷികയ്ക്ക്. 9ാമത്തെ വയസ്സിലാണ് ഋഷികയ്ക്ക് മസിലുകൾ ക്ഷയിക്കുന്ന രോഗം പിടിപെടുന്നത്. പിന്നീടങ്ങോട്ട് പരസഹായത്താലാണ് ദൈനംദിന കാര്യങ്ങൾ നീങ്ങുന്നത്. വലത്തെ കൈക്ക് മാത്രമാണ് അല്പമെങ്കിലും ചലനശേഷിയുള്ളത്. ബാക്കി ഭാഗങ്ങൾ തളർന്ന അവസ്ഥയിലാണ്. പഠനത്തിൽ മിടുക്കിയായിരുന്ന ഋഷിക +2 വരെ സ്കൂളിൽ പോയി പഠിച്ചു. നല്ലൊരു ഗായികയായി മാറാനുള്ള മകളുടെ ആഗ്രഹത്തിന് പ്രചോദനമായി അമ്മ നിർമ്മലയും അച്ഛൻ വത്സനും കൂടെയുണ്ട്. വളരെ ചെറുപ്പം മുതലേ ഒരുപാട് കേൾക്കാനും കേട്ട് നന്നായിട്ട് നേരം ചെലവഴിക്കാൻ കൂടുതലും പാട്ട് കേട്ടിട്ട് തന്നെയാണ്. എത്ര നേരം ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അത്ര നേരം പാട്ടുകൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് ഇഷ്ട പാട്ടുകൾ കേൾക്കാനായിട്ട്. പിന്നെ പാടും. പാടി തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു തുടങ്ങി നീ കൂടുതൽ പാട്. കുറച്ചാൾ പാട്ട് പഠിച്ചു. വീട്ടിൽ വന്നിട്ട് പാട്ട് പഠിപ്പിക്കാനായിട്ട് ചേച്ചി വന്നിരുന്നു. പിന്നെ 2-3 വർഷം പാടിയിട്ട് പിന്നെ പറ്റിയില്ല. പിന്നെ പഠിക്കാനൊന്നും പറ്റിയില്ല. ഇവരാണ് ഋഷികയുടെ ആരാധകരും. നല്ലൊരു ചിത്രകാരി കൂടിയാണ് ഋഷിക. വർണ്ണമത്സ്യവും നീല ജലാശയവും പ്രകൃതിയുമെല്ലാം ഋഷികയുടെ ഭാവനയിൽ ഉടലെടുക്കുന്നു. രോഗബാധിതയെന്ന ചിന്ത ഒട്ടുമില്ലാതെ പുഞ്ചിരി തൂകുന്ന ഋഷിക 25 കുട്ടികൾക്ക് വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുമുണ്ട്. കുട്ടികൾക്ക് മുന്നിൽ കർക്കശക്കാരിയായ ടീച്ചറാണെങ്കിലും ഒഴിവു സമയം അവരുടെ പ്രിയ സുഹൃത്തുമാണ്. ഋഷികയുടെ ചിത്രങ്ങൾ വിദ്യാർത്ഥികൾ ശേഖരിച്ച് വിൽപ്പന നടത്താറുമുണ്ട്. മാസങ്ങൾക്ക് മുൻപ് താൻ പഠിച്ച സ്കൂളിലെത്തിയ സൂപ്പർ താരവും MP യുമായ സുരേഷ് ഗോപി എടുത്തു നൽകിയ സെൽഫിയും ഋഷിക നിധി പോലെ സൂക്ഷിക്കുന്നു.
മസിലുകൾ ക്ഷയിക്കുന്ന രോഗം ഉള്ളിലേക്ക് വ്യാപിക്കുന്നതിന്റെ ആകുലതകളാണ് ഈ പെൺകുട്ടിയെ വലയ്ക്കുന്നത്. അവശത അനുഭവിക്കുന്ന കുട്ടികളിലെ കലാപരമായ വാസനകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി മനുഷ്യാവകാശ പ്രവർത്തകരും ഋഷികയ്ക്ക് കൂടെയുണ്ട്. ഋഷികയുടെ ഗാനമാധുര്യത്തെ പുറം ലോകം കാണിക്കാനുള്ള ശ്രമവും ഇവർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഹ്യൂമാനിസ്റ്റിക് റൈറ്റ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് പുതുക്കാടിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഷൺമുഖൻ വടക്കുംപറമ്പിൽ, ജിൻഷാദ് കല്ലൂർ, അശോക് മരോട്ടിച്ചാൽ, ജിൻഷ ശിവൻ തുടങ്ങിയവരാണ് ഋഷികയ്ക്ക് സ്നേഹസംരക്ഷണം ഒരുക്കുന്നത്. TCV അന്തിക്കാട്. പ്രതികൂല സാഹചര്യങ്ങളോട് പടപൊരുതി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിശ്ചയദാർഢ്യത്തിലാണ് കാക്കശ്ശേരി സ്വദേശി ഉണ്ണികൃഷ്ണൻ. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ സ്വയം പരിശീലനം നേടിയ അദ്ദേഹം ക്ഷേത്ര കലാരൂപങ്ങളുടെ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയനാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന ഉണ്ണികൃഷ്ണൻ അലർജി മൂലം ജോലിക്ക് പോകാൻ കഴിയാതായതോടെ ആ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. ഇതോടെ അവിവാഹിതനായ ഉണ്ണികൃഷ്ണന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക ദുഷ്കരമായി. സ്വന്തം ജീവിത ചെലവുകൾക്കുള്ള വരുമാനം കഴിയുന്ന കാലത്തോളം സ്വയം കണ്ടെത്തണമെന്ന നിലപാടാണ് ഉണ്ണികൃഷ്ണന്. ഒരു വരുമാന മാർഗമെന്നതിൽ കവിഞ്ഞ് ആത്മീയ നിർവൃതി കൂടിയാണ് ക്ഷേത്ര കലകളുടെ അലങ്കാര നിർമ്മാണമെന്ന് മുരുകഭക്തനായ ഉണ്ണികൃഷ്ണൻ പറയുന്നു. കാവടി ഇപ്പോൾ തമിഴ്നാട്ടിലും പള്ളിയിൽ അന്വേഷിച്ചപ്പോൾ പള്ളിയിലില്ല, നമ്മുടെ കേരളത്തിൽ അന്വേഷിച്ചപ്പോൾ ഈ ചെറുതായിട്ട് ഉണ്ടാക്കിയുള്ളതില്ല. അപ്പോൾ അതിലേക്കൊന്ന് കിടക്കാമെന്ന് വെച്ചാൽ അതൊന്ന് ഉണ്ടാക്കി നോക്കി. തിരുവിടാട കൈവണ്ടിയിൽ വെക്കാവുന്ന വിധത്തിലുള്ളതൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അലങ്കാര നെറ്റിപ്പട്ടം, പീലിക്കാവടി, ദശാവതാര രൂപം, കൊടിമരം, ശിവലിംഗം, ആനച്ചമയങ്ങൾ, തൃപ്രയാർ തേവരുടെ പള്ളിയോടം തുടങ്ങിയവയുടെ ചെറുരൂപങ്ങൾ ഏറെ ശില്പചാരുതിയോടെയും തനിമ നിലനിർത്തിക്കൊണ്ടുമാണ് ഉണ്ണികൃഷ്ണൻ നിർമ്മിച്ചിട്ടുള്ളത്. 26 ഇഞ്ച് ഉയരത്തിൽ 9 നിലകളിലായുള്ള പീലിക്കാവടിക്ക് 500 ഗ്രാമാണ് തൂക്കം. 7 നിലകളിൽ 20 ഇഞ്ച് ഉയരമുള്ള പീലിക്കാവടിയുമുണ്ട്. തേക്ക് റീപ്പർ, വർണ്ണക്കടലാസ്, കാർഡ്ബോർഡ്, ആലവട്ടം, ലേസ്, പീലി, ചില്ല് തുടങ്ങിയവ ഉപയോഗിച്ച് ഒരാഴ്ച കൊണ്ടാണ് പീലിക്കാവടി നിർമ്മാണം പൂർത്തിയാക്കുന്നത്. സഹോദരൻ ഗോപാലന്റെ കുടുംബത്തോടൊപ്പമാണ് ഉണ്ണികൃഷ്ണനും വയോവൃദ്ധയായ അമ്മ പാർവതിയും താമസിക്കുന്നത്. വീട്ടിൽ വെച്ച് നിർമ്മിക്കുന്ന അലങ്കാര കലാരൂപങ്ങൾ ആവശ്യക്കാരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എത്തിച്ചു നൽകുന്നുമുണ്ട്. TCV പാവറട്ടി. അമ്മാടം മുള്ളക്കരയിൽ സ്വകാര്യ മൊബൈൽ ടവർ നിർമ്മാണ നീക്കം തടഞ്ഞ പഞ്ചായത്ത് അംഗമടക്കം 3 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുള്ളക്കര മൂന്നില മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ടവർ നിർമ്മിക്കാനുള്ള നീക്കമാണ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത്. മാസങ്ങൾക്ക് മുൻപും ഇവിടെ നിർമ്മാണം നടത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് കോടതിയിൽ നിന്നുള്ള ഉത്തരവുമായാണ് ടവർ നിർമ്മാണ കമ്പനി അധികൃതർ എത്തിയത്. പ്രദേശത്തെ സ്ത്രീകളാണ് നിർമ്മാണ പ്രവൃത്തികൾ തടയുന്നതിനായി എത്തിയത്. ചേർപ്പ് SI SR സനീഷിന്റെ നേതൃത്വത്തിലാണ് പാറളം ഗ്രാമപഞ്ചായത്ത് അംഗം TG വിനയൻ, നെല്ലാത്ത് രാജൻ, സുനേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാറളം ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക യോഗം ചേർന്ന് ടവർ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ കളക്ടർക്ക് നിവേദനം നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സദീപ് ജോസഫ് പറഞ്ഞു. കളക്ടർക്ക് ഈ ജനങ്ങളുടെ പ്രതിഷേധത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ടവർ നിർമ്മാണം നിർത്തിവെക്കണമെന്നും ഏകദേശം 15ഓളം പട്ടികജാതി കുടുംബങ്ങളും ഒരു ക്ഷേത്രവും നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് ടവർ നിർമ്മാണം അനുവദിക്കരുത് എന്നാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആഗ്രഹം. എന്തിനും ഏതിനും ഉത്തരേന്ത്യക്കാരെ ആശ്രയിക്കുന്ന മലയാളികൾക്ക് ഉത്തരേന്ത്യൻ വിഭവങ്ങളോടും പ്രിയമേറുന്നു. നാടൻ തട്ടുവിഭവങ്ങളാൽ സമൃദ്ധമായിരുന്ന തെരുവോരങ്ങൾ ഇന്ന് വടക്കേ ഇന്ത്യൻ പൂരി വിഭവങ്ങൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. തട്ടുദോശയും കൊള്ളിയും ബോട്ടിയുമെല്ലാം കേരളക്കരയിൽ പഴങ്കഥയാവുകയാണ്. പുളിയും ഉപ്പും മധുരവും ചേർന്ന് രുചിയുടെ വെടിക്കെട്ട് സമ്മാനിക്കുന്ന ഉത്തരേന്ത്യൻ വിഭവങ്ങളാണ് ഇന്ന് തെരുവോരം കൈയടക്കിക്കൊണ്ടിരിക്കുന്നത്. പാനിപൂരി, ബേൽപൂരി, മസാലപൂരി എന്നിങ്ങനെ 10ലധികം ഇനം വിഭവങ്ങളാണ് പശ്ചിമഘട്ടം കടന്നെത്തിയിട്ടുള്ളത്. 10 രൂപ മുതൽ 30 രൂപ വരെയാണ് ഇവയ്ക്ക് ഈടാക്കുന്നത്. വിൽപ്പനക്കാരും ഉത്തരേന്ത്യക്കാർ തന്നെ. അപൂർവമായി തമിഴ്നാട്ടുകാരും വിൽപ്പനക്കാരായുണ്ട്. ഉരുളക്കിഴങ്ങും മസാലയും നിറച്ച പൂരിയിൽ മല്ലിയിലയും പുതിനയിലയും പുളിയും ചേർത്ത് സ്വാദേറിയ വെള്ളവും ഒഴിച്ചു കുടിക്കുന്ന പാനിപൂരി നുണയാൻ ഭായിമാർക്കൊപ്പം മലയാളികളും വരി നിൽക്കുകയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് ഈ വിഭവങ്ങൾ കേരളീയരുടെ മനസ്സിലും ചിരപ്രതിഷ്ഠ നേടി. ചെറുപ്പക്കാരാണ് കൂടുതലും ഈ വിഭവങ്ങൾ തേടിയെത്തുന്നത്. ഒരിക്കൽ നാവിലൂറിയ രുചി വീണ്ടും നുകരാൻ പ്രേരിപ്പിക്കുന്നു എന്നതാണ് ഈ വ്യാപാരം തഴച്ചു വളരാൻ ഇടയാക്കുന്നത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇഷ്ടവിഭവമായി ഇന്നിത് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിലാണ് സംസ്ഥാനത്ത് ഇത്തരം വിൽപ്പനശാലകൾ മുളപൊട്ടിയത്. അടുത്തിടെ വഴിയോരങ്ങൾ പൂരി വിൽപ്പനക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പച്ചക്കറികൾ മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത് എന്നതും വലിയ ഡിമാൻഡിന് കാരണമാകുന്നു.
സായം സന്ധ്യകളിലാണ് തള്ളുവണ്ടികളുമായി ഇവർ തെരുവോരങ്ങളിൽ എത്തുന്നതെന്നതിനാൽ ഇവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ടവർ മെനക്കെടാറുമില്ല. ഇതര സംസ്ഥാനക്കാർ ഏറ്റവും കൂടുതലെത്തുന്ന ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ 50-ലധികം ഇത്തരം കച്ചവടക്കാരാണ് ഉള്ളത്. TCV ഗുരുവായൂർ. എരുമപ്പെട്ടി മേഖലയിലെ പാടശേഖരങ്ങളിൽ വൈക്കോൽ കയറ്റുകൂലി വർദ്ധിപ്പിച്ചതായി പരാതി. കുന്നത്തേരി നെല്ലുവായ് പാടശേഖരത്തിൽ 100 പറയിലധികം നെല്ലിന്റെ വൈക്കോൽ കെട്ടിക്കിടക്കുന്നു. കഴിഞ്ഞ വർഷം വരെ 8 രൂപയായിരുന്ന കയറ്റുകൂലി ഒരു മുന്നറിയിപ്പുമില്ലാതെ 16 രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ്. വൈക്കോൽ കയറ്റുകൂലി ഇരട്ടിയായി വർദ്ധിപ്പിച്ചത് കൃഷി നഷ്ടത്തിലായ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പാട്ടത്തിനെടുത്ത നെൽവയലുകൾ ഉൾപ്പെടെ കടം വാങ്ങിയും വായ്പയെടുത്തുമാണ് ഭൂരിഭാഗം കർഷകരും കൃഷി ഇറക്കിയിട്ടുള്ളത്. രൂക്ഷമായ വരൾച്ച വിളവ് നേർപകുതിയായി കുറച്ചു. ജലക്ഷാമത്തെ തുടർന്ന് അടുത്തുള്ള കിണറുകളിൽ നിന്നും കുളങ്ങളിൽ നിന്നും പമ്പ് സെറ്റ് വെച്ച് ജലസേചനം നടത്തിയാണ് ഉണങ്ങി നശിച്ചുകൊണ്ടിരുന്ന നെൽച്ചെടികളെ കർഷകർ സംരക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വലിയ നഷ്ടമാണ് ഓരോ കർഷകരും നേരിടേണ്ടി വന്നത്. ഇതിനിടയിലാണ് ചുമട്ടുതൊഴിലാളികൾ കയറ്റുകൂലി ഒരു ചർച്ചയും നടത്താതെ ഇരട്ടിയാക്കി ഉയർത്തിയത്. കർഷകർ സ്വയം വൈക്കോൽ കയറ്റുന്നത് ചുമട്ടുതൊഴിലാളികൾ തടയുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 250 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ വൈക്കോൽ കെട്ടിക്കിടക്കുകയാണ്. ഇത് വെള്ളമടിച്ചിട്ടും പമ്പ് സെറ്റ് വെച്ചിട്ടും ഇത്രയധികം ഉണക്കം വന്ന ഇല്ല. അത് ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ. ഒക്കെ ഉണങ്ങിപ്പോയി. ഇനി വക്കോലിങ്ങിനും വിറ്റിട്ട് ഞങ്ങൾക്ക് 10 റുപ്യ കിട്ടാൻ നിവൃത്തിയില്ല. ഇനി അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ദയവായിട്ട് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് കൃഷിക്കാർക്ക് കയറ്റാനുള്ള ഒരു അനുമതി തന്നാൽ മതി. തരണം. യൂണിയൻകാരെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ കൃഷിക്കാർ കയറ്റിക്കോളാം. വൈക്കോൽ സ്വന്തമായി കയറ്റുന്നതിനും കച്ചവടക്കാരെ സമീപിക്കുന്നതിനും കർഷകർക്ക് അനുമതി നൽകണമെന്ന് കുന്നത്തേരി പാടശേഖര സമിതിയിലെ കർഷകർ ആവശ്യപ്പെട്ടു. TCV എരുമപ്പെട്ടി. ഏഷ്യയിലെ ആദ്യത്തെ ആയുർവേദ സ്പോർട്സ് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്രയും ദീപശിഖ റാലിയും നടത്തി. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച റാലി കോർപ്പറേഷൻ ജനറൽ ആശുപത്രി അങ്കണത്തിൽ സമാപിച്ചു. ജില്ലാ കളക്ടർ TV അനുപമ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒളിമ്പ്യന്മാരായ ലിജോ ഡേവിസ് തോട്ടാൻ, ലേണൽ തോമസ്, സന്തോഷ് എന്നിവർക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ദീപശിഖ കൈമാറി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK ഉദയപ്രകാശ്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ആയുർവേദ വിഭാഗം DMO ഡോക്ടർ S ഷിബു എന്നിവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 12-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സർക്കാർ 9.25 കോടി രൂപ ചെലവഴിച്ചാണ് ഏഷ്യയിലെ ആദ്യത്തെ ആയുർവേദ സ്പോർട്സ് ആശുപത്രി നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ഇടവേള കൂടി. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാടകയ്ക്കെടുത്ത ശ്വസനോപകരണത്താൽ ജീവിതം തള്ളി നീക്കുന്ന ഹോട്ടൽ ജീവനക്കാരന് കാരുണ്യത്തിന്റെ തലോടലായി ഏങ്ങണ്ടിയൂർ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഏങ്ങണ്ടിയൂർ ചുള്ളിപ്പടി സ്വദേശിയായ കല്ലുങ്ങൽ വീട്ടിൽ ബാബുവിന് ഇനി മുതൽ പ്രാണവായു ആയാസമില്ലാതെ ശ്വസിക്കാം. ചുള്ളിപ്പടിയിലെ 2.5 സെന്റ് ഭൂമിയിലെ ഓലക്കുടിലിൽ കഴിയുന്ന കല്ലുങ്ങൽ ബാബു എന്ന ഗൃഹനാഥന്റെ ജീവിതം ദുരിതം നിറഞ്ഞതാണ്. 55-കാരനായ ബാബു ചേറ്റുവയിൽ ഹോട്ടൽ ജീവനക്കാരനായിരുന്നു. ഭാര്യ നളിനിയും മക്കളായ ബിനിയും ബിനീഷും അടങ്ങുന്നതാണ് കുടുംബം. മകൾ ബിനിയെ വിവാഹം ചെയ്തയച്ചു. ചെറിയ വരുമാനമെങ്കിലും കഴിഞ്ഞ വർഷം വിദേശത്തു പോയ മകനാണ് കുടുംബത്തിന്റെ തണൽ. 2 വർഷം മുമ്പാണ് ബാബുവിന്റെ ജീവിതം പ്രതിസന്ധിയിലായത്. അല്പം നടക്കുന്നതിനിടെ നേർത്ത കാറ്റുപോലും ബാബുവിന്റെ ശ്വസനത്തിന് തടസ്സമാകും. ഇതോടെ ഹോട്ടൽ പണിയെടുക്കുന്നതിൽ നിന്ന് പിന്മാറാൻ ബാബു നിർബന്ധിതനായി. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിലുമായി ചികിത്സ തേടി. രക്തത്തിൽ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറയുന്നതായിരുന്നു രോഗാവസ്ഥ. പ്രാണവായു ശ്വസിച്ച് ജീവൻ നിലനിർത്തുക മാത്രമാണ് പോംവഴിയായി ഉണ്ടായിരുന്നത്. 4000 രൂപയ്ക്ക് വാടകയ്ക്കെടുത്ത ഓക്സിജനേറ്റർ ബാബുവിന്റെ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമെങ്കിലും ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചികിത്സാ സഹായ കമ്മിറ്റി സൗജന്യ മരുന്ന് വിതരണത്തിനെത്തിയപ്പോഴാണ് ബാബുവിന്റെ ദുരിതാവസ്ഥ മനസ്സിലാക്കിയതെന്ന് ഭാരവാഹികൾ പറയുന്നു. ബാബുവിന് സ്വന്തമായൊരു ശ്വസനോപകരണം വാങ്ങാൻ KV അശോകനും മറ്റംഗങ്ങളും തയ്യാറായി. 1,00,000-ഓളം രൂപ വിലയുള്ള ഉപകരണം ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബി ഭാരതിയിൽ നിന്ന് ബാബുവും
ഭാര്യ നളിനിയും ചേർന്ന് ഏറ്റുവാങ്ങി. ജോൺ പുലിക്കോട്ടിൽ സിന്ധു സന്തോഷ്, പ്രകാശ് കടവിൽ പ്രേമചന്ദ്രൻ പുത്തൂർ എന്നിവരടങ്ങുന്ന ട്രസ്റ്റ് അംഗങ്ങളും ബാബുവിന്റെ വീട്ടിലെത്തിയിരുന്നു. പ്രതിമാസം 5000-ലേറെ രൂപയാണ് ബാബുവിന് ചികിത്സയ്ക്കായി കണ്ടെത്തേണ്ടത്. ഇത് തിരിച്ചറിഞ്ഞ് ട്രസ്റ്റ് അംഗമായ PA അഷ്റഫ് 3000 രൂപ വീതം 10 മാസത്തേക്കുള്ള ചികിത്സാ സഹായവും വാഗ്ദാനം ചെയ്തു. പ്രാണവായു ലഭിച്ചതോടെ ലൈഫ് പദ്ധതിയിലൂടെ സുരക്ഷിതമായൊരു വീട് നിർമ്മിക്കാനുള്ള കാത്തിരിപ്പിലാണ് ബാബുവും കുടുംബവും. TCV ന്യൂസ്, തൃപ്രയാർ. കൊടുങ്ങല്ലൂർ താലപ്പൊലിയോടനുബന്ധിച്ച് ജനുവരി 15-ാം തീയതി പൊയ്യ പഞ്ചായത്ത് ഒഴികെ കൊടുങ്ങല്ലൂർ താലൂക്ക് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര, സംസ്ഥാന, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും ഉത്തരവ് ബാധകമല്ല. ഭാഗവതം പഠിച്ച് ഒരു ഗ്രാമം. ആറാട്ടുപുഴയ്ക്കടുത്ത് പല്ലിശ്ശേരി ഗ്രാമത്തിലാണ് ഭാഗവതം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഭാഗവതത്തിന്റെ വിവിധ ദശകങ്ങൾ പ്രായഭേദമന്യേ ഇവിടെ ഹൃദിസ്ഥമാക്കുകയാണ്. പല്ലിശ്ശേരി ഭഗവതി ക്ഷേത്ര ഹാളിലാണ് ശ്രീമദ് ഭാഗവത പാരായണം അഭ്യസിക്കുന്നത്. 2000 ശ്ലോകങ്ങളും 1872 പേജുകളുമുള്ള ഭാഗവതത്തിലെ 336 അധ്യായങ്ങളാണ് ഇവിടെ അഭ്യസിപ്പിക്കുന്നത്. ആഴ്ചയിൽ ശനി, ഞായർ ദിവസങ്ങളിലാണ് പഠനം. സ്വയം അർത്ഥം മനസ്സിലാക്കി ഭാഗവതം പാരായണം ചെയ്യാൻ കഴിയണമെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പഠിപ്പിക്കുന്നത്. 4ാം ക്ലാസ്സുകാരി വേദിക വിജയൻ മുതൽ 71 വയസ്സായ ഗോവിന്ദൻകുട്ടിയടക്കം 28 പേർ ഭാഗവത പാരായണ സംഘത്തിലെ അംഗങ്ങളാണ്. സൗജന്യമായാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. TCV, ചേർപ്പ്. ആചാരലംഘനത്തിനും പോലീസ് അതിക്രമത്തിനുമെതിരെ ശബരിമല കർമ്മസമിതി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. RSS സംസ്ഥാന പ്രാന്തീയ കാര്യകാരി അംഗം കാബ സുരേന്ദ്രൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. അയ്യപ്പ സേവാ സമാജം സംസ്ഥാന സംഘടനാ സെക്രട്ടറി VK വിശ്വനാഥൻ, മഹിളാ ഐക്യവേദി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സരള ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വിയൂർ മാറ്റാമ്പുറത്ത് കരിങ്കൽ ക്വാറിയിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കൻ മുങ്ങിമരിച്ചു. മാറ്റാമ്പുറം സ്വദേശി തോപ്പിൽ വീട്ടിൽ 53 വയസ്സുള്ള സത്യനാണ് മരിച്ചത്. തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രളയ പുനർനിർമ്മാണം തടസ്സപ്പെട്ട ഗുണഭോക്താക്കളുടെ പരാതി പരിഹരിക്കുന്നതിനായി അദാലത്തുകൾ ആരംഭിച്ചു. വീടുകൾ പുനർനിർമ്മിക്കാൻ തടസ്സമായി നിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കാനാണ് അദാലത്തുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കോയമ്പത്തൂരിൽ കല്യാൺ ജ്വല്ലറിയുടെ 1 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെക്കുറിച്ച് സൂചന. സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ കോടാലി ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള സംഘമെന്ന് സൂചന. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി P. റാഫി ജോസ് ചുമതലയേറ്റു. സേവനനികുതി ഈടാക്കാനുള്ള നീക്കത്തിനെതിരെ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. പുന്നൂരിൽ മാലിന്യം കത്തിയ പുകശ്വസിച്ച് 25 പേർക്ക് ദേഹാസ്വാസ്ഥ്യം. കുടുംബശ്രീ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയവർക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ ബസ്സിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഇരിങ്ങാലക്കുട ചേലൂരിൽ വാനിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. GST രജിസ്ട്രേഷൻ പരിധി 20 ലക്ഷത്തിൽ നിന്ന് 40 ലക്ഷമായി ഉയർത്തി. കേരളത്തിന് പ്രളയ സെസ് പിരിക്കാൻ GST കൌൺസിൽ അനുമതി നൽകി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കും. നമസ്കാരം.